ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഡൈനിങ് ഒക്കെ ചെറുതാണ്. അതായത് വീട് ചെറുതാണ്, ഡൈനിങ് കാര്യങ്ങളൊക്കെ ചെറുതാണ്. അപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്ന് നമ്മൾ കോമൺ വാഷ് ബേസിൻ സെറ്റ് ചെയ്യാറുണ്ട്. കോമൺ വാഷ് ബേസിൻ ഡൈനിങ് ചെറുതായതുകൊണ്ട് നമുക്ക് ആ കോമൺ വാഷ് ബേസിൻ്റെ ഏരിയ ഒരു സെപ്പറേഷൻ കൊടുത്ത്, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രൈവസി കൊടുക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യുന്നത്. അതായത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ സെപ്പറേറ്റ്, അതായത് ഇതിന് തൊട്ട് സൈഡിൽ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഏരിയ വരുന്നത്. ഡൈനിങ് ഇതിനോട് ചേർന്ന് വരുന്നതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ സമയത്ത് നമ്മളത് കഴുകാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് ബാക്കി, അതായത് ഡൈനിങ്ങിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് ഈ കഴുകുന്ന സ്ഥലത്ത് ഫീൽ ചെയ്യും. അതായത് നോട്ടം പെട്ടെന്ന് കിട്ടുന്ന ഏരിയ ആയിരിക്കും. അതായത് വളരെ ചെറിയൊരു ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ ആ ഏരിയയിൽ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന്, അതുപോലെ തന്നെ നമുക്കൊരു സെപ്പറേറ്റ്, അതായത് വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് സെപ്പറേറ്റ് ഒരു എച്ചിങ് രീതിയിൽ ഒരു ഗ്ലാസ് ഇട്ട് ഡിസൈൻ ചെയ്തു. അത് നല്ല ഭംഗിയിൽ തന്നെ കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതിനുശേഷം നമുക്കതെല്ലാം കൊടുത്തിരിക്കുന്ന ഡിസൈനിങ് ആണ്. എല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലാണ് ഒരു ഗ്ലാസിൻ്റെ വർക്ക് കൊടുത്തത്. ടേബിൾ ടോപ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രാനൈറ്റിൻ്റെ ഒരു പീസ് കറക്റ്റായിട്ട് കൊടുത്തു. അത് കറക്റ്റായിട്ട് പിന്നെ അതിൻ്റെ താഴെ മൾട്ടിവുഡിൻ്റെ 2 മൾട്ടിവുഡ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 2 ഡ്രോ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സെറയുടെ ഒരു നല്ല അടിപൊളി ഒരു വാഷ് ബേസിനും കൂടി സെറ്റ് ചെയ്തു. നല്ല നീറ്റായിട്ട് വരാവുന്ന രീതിയിലുള്ള വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് നമ്മൾ ടാപ്പ് ഉറപ്പിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് തുളച്ചിട്ടുള്ള സിസ്റ്റമാണ്. ഗ്രാനൈറ്റ് തുളച്ചിട്ട് കറക്റ്റായിട്ട് ടാപ്പ് അതിൽ സെറ്റ് ചെയ്തു. പിന്നെ അതിന് സൈഡിലോട് ചേർന്നിട്ട് കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമുക്ക് സോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മളവിടെ കൊടുത്തു. ഇത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി. പ്രസ് ചെയ്താൽ നമുക്കതിൻ്റെ സോപ്പ് അതിൽ നിന്ന് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ സൈഡിലേക്ക് മാറിയതിന് ശേഷം ഒന്നും തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ ടവൽ റോഡ് കൊടുത്തു. ആ ടവൽ കാര്യങ്ങളൊക്കെ തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ വാഷ് ബേസിൽ നിന്ന് കഴുകുന്ന സമയത്ത് നമുക്ക് ഡൈനിങ്ങിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, മുകളിലായിട്ട് ഒറ്റ ലെയറാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഗ്ലാസ് 2 സൈഡുകളിലായിട്ട് കൊടുത്തു. അതായത് മിറർ 2 സൈഡുകളിൽ കൊടുത്തു. സാധാരണ നമ്മൾ കൊടുക്കാറ് ഒറ്റ സൈഡിലാണ് മിറർ ലാമ്പ് കൊടുക്കാറ്. ഇത് 2 സൈഡിലായിട്ട് മിറർ കൊടുത്തതിന് ശേഷം മുകളിൽ നിന്ന് ഒരു 9 വാട്ടിൻ്റെ ഒരു LED വാം വൈറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ്സ് നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. നമ്മളവിടെ സെൻട്രലായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 സൈഡുകളിൽ മിറർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് 2 സൈഡുകളിൽ റിഫ്ലക്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ടുള്ള വെളിച്ചം നമുക്ക് താഴെ നിന്ന് ഫീൽ ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഗ്ലാസ് ഉണ്ടാവും. 8 mm ഗ്ലാസ് ആണ് വരുന്നത്. ആ 8 mm ഗ്ലാസ് എച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്, പൂക്കളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ആ ഗ്ലാസ് ഉറപ്പിച്ചിരിക്കുന്നത് ആ വാഷ് ബേസിൻ്റെ താഴെ തന്നെ വരുന്ന ഒറ്റ ലെയറായിട്ടായിട്ട് കൊടുത്തതിന് ശേഷം മൾട്ടിവുഡ് സെപ്പറേറ്റ് കൊടുത്ത് ക്ലിയർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്ന രീതി നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഗ്രൂ ചെയ്തിരിക്കുന്നത് ഒരു പണ്ടത്തെ സ്റ്റൈലല്ല, അതായത് കർവ് ചെയ്യുന്ന രീതിയിലല്ല, ജസ്റ്റ് അതിൻ്റെ കോർണർ മാത്രം കർവ് ചെയ്തിട്ട് പോളിഷ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇന്നലത്തെ ട്രെൻഡ്. നീറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, വാഷ് ബേസിൻ നമ്മൾ ഒരു ഓവൽ ഷേപ്പ് എന്ന് പറയാൻ വേണ്ടി സ്ക്വയർ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് കോർണറിൽ നല്ല നീറ്റായിട്ട് സെറയുടെ മോഡൽസാണ്. ഇതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ ഒരു വാഷ് ബേസിൻ നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് ഡിസ്റ്റർബൻസ് ഇല്ലാതെ എങ്ങനെ ഡിസൈൻ ചെയ്യുക, സൈഡിലേക്ക് മാറ്റി നീറ്റായിട്ട് ഡിസൈൻ ചെയ്യാമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.